ഇടുമൺ പോറ്റി ഇനി ഓസ്കർ അക്കാദമിയിൽ പ്രദർശനം 12-ന്. ഏത് 12ആണോ? ഏതെങ്കിലും ഒരു 12 ആയിക്കോട്ടെ. 13-ാം തീയതിയാണ് പ്രശ്നം. 13 ഞാൻ നമ്പർ പ്രശ്നം അല്ലേ? നമ്പർ പ്രശ്നമാണ്. അതുകൊണ്ട് 12. അല്ല, ഞാൻ ആലോചിക്കുക, മലയാളത്തിൽ നിന്നൊരു സിനിമ ഇങ്ങനെയൊക്കെ കൊള്ളാവുന്ന തിയേറ്ററുകളിൽ കൊള്ളാവുന്ന പ്രേക്ഷകരുടെ മുന്നിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അത് മമ്മൂട്ടിയുടെ പടമാണ്. പലപ്പോഴും മമ്മൂട്ടിയുടെ സിനിമ ഇങ്ങനെ പല 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 കൊള്ളാവുന്ന പല ആളുകൾക്കും കാണാനും കണ്ടിഷ്ടപ്പെടാനും ഒക്കെ പറ്റുന്നുണ്ടാകും. ഇപ്പം ഇത്രയും പ്രായമൊക്കെ ആയി, ഇത്രയാന്നൊക്കെ പറഞ്ഞാൽ എത്ര വളരെ ചെറുപ്പം. മമ്മൂട്ടിയാണെങ്കിൽ ചെറുപ്പമാണ്. അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോഴും കണ്ടില്ലേ എന്തൊക്കെ ബഹുമതികൾ. ഈ കാശ് കൊടുത്ത് മേടിക്കുന്ന പരിപാടി അല്ലിത്. ചിലർക്ക് ഇങ്ങനെ ഈ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളത് കൊണ്ട് ചിലർക്കൊക്കെ ഇങ്ങനെ അവാർഡൊക്കെ കിട്ടും നമ്മുടെ നാട്ടിൽ. അത് പലർക്കും ഇവിടുത്തെ ഏത് കൂറയ്ക്കും കിട്ടും. അതാണ് ഇപ്പോഴത്തെ ഈ നാടിൻ്റെ അവസ്ഥ. അതുകൊണ്ട് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ആരെങ്കിലുമൊക്കെ കൊടുക്കും. അതൊക്കെ അവരുടെ വീട്ടുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കണ്ടാൽ മതി. എന്നാലും ഒന്ന് ആലോചിച്ച് ചോദിക്കുക അല്ലേ, ബാക്കിയുള്ള ഇവിടുത്തെ വലിയ നടനാണ്, ഭയങ്കര അവാർഡൊക്കെ മേടിച്ച ആളാന്നൊക്കെ പറയുന്ന ആടെ പടമൊന്നും ഒരിടത്ത് എത്തത്തില്ല. വേറെ ഒരു നാട്ടുകാർക്കും കാണണ്ടാത്ത ചവറ് പാർട്ടീസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇവിടെ ഭയങ്കര വലിയ സംഭവമാണ്. ഇതിനകത്ത് കിടന്ന് ഈ മറ്റേ സെപ്റ്റിക് ടാങ്കിലെ വലിയൊരു പുഴുവാണ്. അല്ലാതെ വേറെ ഒരിടത്തും കൊണ്ടൊന്നും കാണിച്ചിട്ടില്ലെന്നേ. ഇയാളൊന്നും പല ആൾക്കാർ ഇവിടുത്തെ മെയിൻ നടന്മാരുടെ ഒന്നും സിനിമകൾ അന്യഭാഷ എന്ന് പറയാൻ പറ്റത്തില്ല. കേരളത്തിന് വെളിയിലോട്ട് പോലും പോകത്തില്ലെന്ന്. മലയാളിക്ക് അല്ലാതെ വേറൊരുത്തിനും ഇഷ്ടപ്പെടാത്ത തരം നടന്മാരാണല്ലോ കേരളത്തിലുള്ളത്. തമിഴ്നാട്ടിൽ പിന്നെയും ചിലപ്പോൾ ചില സിനിമകളൊക്കെ പുറത്തോട്ടൊക്കെ പോകാറുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ വന്നപ്പോൾ അത് മമ്മൂട്ടിയുടെ പടമായി പോയി. പക്ഷേ ഇവിടുത്തെ ഈ സിനിമ എന്താ പറയണ്ടേ, പ്രേമികളും അല്ലാതെ കുറേ എണ്ണമുണ്ട്. ഈ പൊട്ടന്മാരുണ്ട്. അവർ പറയുന്നത് മമ്മൂട്ടി അങ്ങനെ അത്ര വലിയ നടനൊന്നുമല്ല, മമ്മൂട്ടിക്ക് എല്ലാ റോളും ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ ഡാൻസ് ആണല്ലോ മെയിൻ. അവിടെ പുറത്തൊക്കെ കൊണ്ട് ഡാൻസ് ഇവിടുത്തെ ഈ ഊളകൾ കളിക്കുന്ന ഡാൻസൊക്കെ കൊണ്ട് എവിടെയെങ്കിലും കാണിച്ചാൽ ആൾക്കാർ ചിരിച്ച് മരിക്കും. ഫൈറ്റ് ചെയ്യാറത്തില്ലെന്ന്. ഫൈറ്റ് കണ്ടാൽ പിന്നെ പറയണ്ട. നമ്മുടെ ടോണി ജാക്കാളും വെട്ടുന്ന അല്ലെ ജാക്കി ചാനോ ജെറ്റ്ലിയോ ആരാണ്ടൊക്കെ ഉണ്ടല്ലോ ഫൈറ്റ് ചെയ്യുന്നത്. അവിടെ ഒരു ഈ ഇംഗ്ലീഷ് പടത്തിനകത്തൊക്കെ ഇഷ്ടം പോലെ ഫൈറ്റ് സീൻസ് കാണും. അല്ലെ ടൈഗർ ഷ്രോഫ് ഇപ്പോൾ ഹിന്ദിയിൽ അതിനേക്കാളൊക്കെ സൂപ്പർ ഫൈറ്റ് നടത്തുന്ന ചില ഏട്ടന്മാരൊക്കെ മലയാള സിനിമയിലുണ്ട്. കണ്ടേച്ചാൽ മതി. കയ്യാല ചാടുക, കയ്യാലെന്ന് പറഞ്ഞാൽ കുഞ്ഞ് കയ്യാല ചാടും. പിന്നെ അതും പറഞ്ഞങ്ങ് നടക്കുക. കയ്യാല ചാടി. കഴിഞ്ഞ ദിവസം കയ്യാല ചാടുന്നവരാണൊക്കെ എടുക്കുന്നുണ്ട്. കാല് പൊക്കി നെഞ്ചത്തി ഓട്ടിയിട്ട് അർണോൾഡിന് താങ്ങി പിടിച്ച് നിൽക്കുക. അതൊക്കെ കാണുമ്പോൾ ഇവിടെ ഉള്ളവർ കണ്ടോ എന്തൊരു ഫ്ലെക്സിബിലിറ്റിയാന്ന്. പിന്നെ ഡെഡിക്കേഷൻ, ഫ്ലെക്സിബിലിറ്റി. ഈ പ്രായത്തിലും അത് ഇവിടുത്തെ ഏറ്റവും തറ ലോക്കൽ ആൾക്കാരുടെ ഈ തറ ലോക്കൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇവരുടെ സാമ്പത്തിക അവസ്ഥ വെച്ചിട്ടോ അല്ലെ ജീവിത സാഹചര്യം വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ഈ മാനസിക നിലയുണ്ട്. വിവരമില്ലായ്മ, ബോധമില്ലായ്മ, വെളിവില്ലായ്മ, സെൻസില്ലായ്മ, ഇതിനെയാണ് നമ്മളങ്ങനെ കാണുന്നത്. അല്ലാതെ ഒരാൾ ജീവിക്കുന്ന സാഹചര്യം അയാളുടെ വേഷമോ അല്ല അയാളുടെ വീടോ അതൊന്നും അല്ലിത്. മനസ്സിലായോ? അങ്ങനെയുള്ള കുറേ തറകളുണ്ട്. തറകൾക്ക് രാജാവ്, തറകളുടെ സൂപ്പർ സ്റ്റാർ, തറകളുടെ 7ാം നമ്പർ, തറകളുടെ 7ാം കൂലി. അങ്ങനെ 7ാം കൂലി എന്ന് പറയത്തില്ല, മറ്റേ ഇസ്പേഡ് ഗുലാൻ അല്ല, ഇസ്പേഡ് 7, ഇസ്പേഡ് ഗുലാൻ മറ്റേ ഇസ്പേഡ് ഗുലാൻ മമ്മൂട്ടി. തറകളുടെ താറ രാജാവ്, തറ രാജാവ്. അല്ലാതെ വേറെ ഏതെങ്കിലും നടന്ന സിനിമ ഇങ്ങനെ വല്ല കൊള്ളാവുന്നിടത്ത് പ്രദർശിപ്പിച്ചായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. ഡയറക്ടറായിട്ടുള്ള ജോൺ അബ്രഹാം ഒക്കെ പണ്ടങ്ങ് ലണ്ടനിലൊക്കെ എങ്ങാണ്ടൊക്കെ പോയിട്ട് ഫ്രാൻസിലോ എവിടെയോ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ കൊണ്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പറയാനായിരുന്നു. എനിക്കറിയത്തില്ല, ഈ സിനിമ അത്രയൊക്കെ കേട്ടിട്ടുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. പിന്നെ ഈ അടൂർ ഗോപാലകൃഷ്ണനൊക്കെ കൊണ്ട് എവിടെയൊക്കെ എന്താണ്ടൊക്കെ കാണിക്കും. ഇതിനു മുമ്പ് വിധേയനെങ്ങാണ്ട് കൊണ്ടുപോയിട്ടുണ്ടെന്നേ, എവിടെയൊക്കെയോ പ്രദർശിപ്പിച്ചതാ. പിന്നെ എന്തിനാ ഇന്ത്യൻ ഇംഗ്ലീഷ് മൂവി, നമ്മുടെ അംബേദ്കർ, ഇങ്ങനെ. പിന്നെ അതുമല്ല, എന്തിനധികം പറയുന്നേ, ഈ മലയാളം വിട്ട് നായക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ നടനും മമ്മൂട്ടിയാണ്. പിന്നെ പൃഥ്വിരാജൊക്കെ ഇങ്ങനെ പിള്ളേർ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ എവിടെയും ചെന്ന് ആർക്കും അഭിനയിക്കാന്നുകൊണ്ട് അതുപോലത്തെ ഒരു സാഹചര്യമായി. വൃത്തികെട്ട പടങ്ങളാ. തെലുങ്കിലും കന്നഡയിലും കന്നഡയിലൊക്കെ തെലുങ്ക് തമിഴ് ഹിന്ദി പിന്നെ ഇംഗ്ലീഷ്. ഇന്ത്യൻ ഇംഗ്ലീഷ് മൂവി ആണെങ്കിൽ അതിനകത്ത് മമ്മൂട്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ മമ്മൂട്ടിയോട് താല്പര്യം. മനസ്സിലായില്ലേ? അത് ഇച്ചിരി വിവരം വിദ്യാഭ്യാസമൊക്കെ മതി അത് മനസ്സിലാക്കാൻ. അതുപോലും ഇല്ലാത്തവരുണ്ട്. അവർക്ക് ഈ മമ്മൂട്ടി ഇഷ്ടമല്ല.
എന്നിട്ട് ഇവിടുത്തെ ഈ തറകളുടെ രാജാവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളാ സൂപ്പർ എന്ന് പറഞ്ഞ് ഈ തറകൾ ഇങ്ങനെ വിവരമില്ല ബോധമില്ലാത്തവർ ഇങ്ങനെ നടക്കുവന്നേ. അവന്മാർക്ക് എന്ത് മാനസിക പ്രശ്നം ഉണ്ടെന്ന് വരെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരിടുന്ന കമൻസ്, ഈ പറഞ്ഞ നടൻ്റെ ആരാധകരിടുന്ന കമൻസ്, അല്ല അവരുടെ റിയാക്ഷൻസ്, ഇയാളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട് വരുന്നത്. ചില യൂട്യൂബർമാരൊക്കെ ഉണ്ട്, എന്നാ വിഡ്ഢികളാണെന്നറിയോ. ഈ ആളെ ഫോളോ ഭയങ്കര സംഭവമാണെന്ന് പറയുന്നവന്മാരെ പോലെ കേരളത്തിൽ വിഡ്ഢികളുടെ എണ്ണം എടുക്കണമെന്നുണ്ട്. അയാളെ പേജിൽ കയറിയിട്ട് അതിനകത്ത് സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്നവർ നോക്കിയാൽ മതി. കേരളത്തിലെ സകല വിഡ്ഢികളെയും കിട്ടും. അവന്മാരെ ഒന്ന് എല്ലാത്തിനെയും കൂടെ എവിടെയെങ്കിലും വല്ല സദ്യക്ക് വിളിച്ചു വരുത്തിയിട്ട് വല്ല സൈനൈഡ് കളിക്കാൻ കൊല്ലാമെങ്കിൽ കേരളം രക്ഷപ്പെടും. ഇതുങ്ങളെ എല്ലാത്തിനെയും കൂടെ കൂട്ടത്തോടെ കൊല്ലണം. ഒരെണ്ണം പോലും ബാക്കി വരാൻ പാടില്ല. മറ്റേ കീടാണു ഇല്ല, കീടാണു, ആ ഒരു കീടാണുവിന് ബാക്കി അതില്ലേ, അതുപോലും ഉണ്ടാവാൻ പാടില്ല. കാരണം ഇവരുടെ തലമുറ പിന്നെയും വന്നു കഴിഞ്ഞാൽ അതും ദോഷമാണ്. യൂജനിക്സ് അല്ലേ, അങ്ങനെ എന്തൊരവസ്ഥയാന്ന്. ഒരു പടം പോലും ഇല്ലേ ഈ മഹാനടനും മറ്റേ നടന്മാർക്കൊന്നും. എന്തൊരു കഷ്ടമാണ് അത്. ഈ മമ്മൂട്ടിക്ക് ഇങ്ങനെയൊക്കെ ഓരോ നല്ല അഭിനയമോ അല്ല നല്ല സിനിമയൊക്കെ സെലക്ട് ചെയ്ത് അവരത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പുറത്തോട്ടൊക്കെ മലയാള സിനിമയൊന്നും അങ്ങനെ അധികം പേർക്ക് അറിയത്തില്ല. 1-2 പടമൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലേ വലിയ നടനാണ്, 40 വർഷമായിട്ട് ഇവിടെ ഇൻഡസ്ട്രിയിലുണ്ട്, ബാക്കി വിമർശിക്കണ എഡിറ്റിംഗ് ഒക്കെ പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള വൻ സീനാ, കോടികളാ, കോടി ക്ലബ്ബ്, മറ്റേ ക്ലബ്ബ്, മറിച്ച ക്ലബ്ബ്, ഫൈറ്റ്, ഡാൻസ്, എന്തും ചെയ്യും. പാട്ട് പാടും, ഡാൻസ് കളിക്കും, മാജിക് ചെയ്യും, കുക്ക് ചെയ്യും. ഏറ്റവും രസം എന്നാന്നറിയോ, എന്തെങ്കിലും ഒരു അഭിപ്രായവും പറയും. അതാണ് ഹൈലൈറ്റ് ആയത്. അത്രയൊന്നും മമ്മൂട്ടിയെ കൊണ്ട് പറ്റത്തില്ല. അതാ എല്ലാവരും പറയുന്നത് മമ്മൂട്ടി പോരാ, മമ്മൂട്ടിക്ക് സിനിമയിൽ ഒരു നല്ലൊരു നടൻ എന്നുള്ള നിലയ്ക്ക് മാത്രം അങ്ങനെ പോകുന്നു. പുള്ളിക്ക് അതാ പണി, പുള്ളി അത് വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. മറ്റേക്ക് എന്താ പണി എന്നറിയത്തില്ല. അതുകൊണ്ട് പണി അറിയാത്തവർ കാണിക്കുന്ന എല്ലാ പണികളും കാണിക്കുക എന്നുള്ളതാണ്.